ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാനാണ്. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ഇച്ചിരി ജീരകം കൂടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ, ചെറിയ ഉള്ളി, വഴുതനങ്ങ, ചക്കക്കുരു, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഇതിൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ആ വറുത്ത പാൻ തന്നെയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് വഴുതനങ്ങയും കൊച്ചുള്ളി. ഇനി നമുക്കിതിനകത്തേക്ക് ചക്കക്കുരു, കുറച്ച് വെക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുത്ത് ഭംഗിയായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞൾ പൊടി ഇടാം. ഈ ചക്കക്കുരുവിന് വേവുള്ളതായതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് വഴന്ന് വന്നിട്ടുണ്ട്, അത് ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതേസമയം ചക്കക്കുരു ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ആ അരപ്പ് ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് എണ്ണ മേളിൽ തെളിയാത്തത്. കാരണം നമുക്ക് എണ്ണ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഉള്ളി തീയൽ റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.